മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാള ഭാഷാ ഫാന്റസി ചിത്രമാണ് ബറോസ് ദ ഗാർഡിയൻ ഓഫ് ട്രഷർ. ജിജോ പുന്നൂസിൻ്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 400 വർഷമായി വാസ്കോഡ ഗാമയുടെ മറഞ്ഞിരിക്കുന്ന നിധി സംരക്ഷിക്കുന്ന ബറോസ് എന്ന നിധി സംരക്ഷകനെ ചുറ്റിപ്പറ്റിയാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ബറോസ് അവതരിപ്പിക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. പുന്നൂസിൻ്റെ തിരക്കഥയിൽ 2021 മാർച്ചിൽ ചിത്രത്തിൻ്റെ പ്രധാന ചിത്രീകരണം ആരംഭിച്ചു. എന്നിരുന്നാലും കോവിഡ്-19 പാൻഡമിക് അതിനെ തടസ്സപ്പെടുത്തി. കഥയിലും തിരക്കഥയിലും അഭിനേതാക്കളിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തി. ഭൂരിഭാഗം ചിത്രീകരണവും നടന്നത് കൊച്ചിയിലും ഗോവയിലുമാണ്. 2 ഗാനങ്ങൾ ബാങ്കോക്കിലും ചൈനയിലുമായി ചിത്രീകരിച്ചു. ചിത്രം ഒരുങ്ങുന്നത് 3Dയിലാണ്. ബറോസ് സിനിമയുടെ കഥാപശ്ചാത്തലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിധിയുടെ സംരക്ഷകനായ ബറോസ് തെറ്റായ കൈകളിൽ പെടാതെ നിധി സംരക്ഷിക്കാൻ വെല്ലുവിളികളിലൂടെ സഞ്ചരിക്കുമ്പോൾ സിനിമ പിന്തുടരും. നിധിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും നിഗൂഢതകളും വാസ്കോഡ ഗാമയുടെ ഭൂതകാലവും ബറോസിൻ്റെ ഉത്ഭവമെല്ലാം സിനിമയിൽ പ്രതിപാദിച്ചേക്കാം. ഒരു ഫാന്റസി ഫിലിം എന്ന നിലയിൽ ശാപമോ പ്രവചനങ്ങളോ പുരാതന ശക്തികളോ പോലുള്ള മാന്ത്രികമോ അമാനുഷികവുമായ ഘടകങ്ങൾ ബറോസ് ഉൾപ്പെടുത്തിയേക്കാം. ബറോസ് നിധി സംരക്ഷിക്കുന്നതിനാൽ ആക്ഷൻ പാക്ക് ചെയ്ത സീക്വൻസുകൾ, ത്രില്ലിംഗ് ചേസുകൾ, സാഹസിക യാത്രകൾ എന്നിവ ഈ സിനിമയിൽ അവതരിപ്പിച്ചേക്കാം. വാസ്കോഡ ഗാമ പര്യവേക്ഷണ കാലഘട്ടം അല്ലെങ്കിൽ പോർച്ചുഗീസ് കൊളോണിയലിസം എന്നിവയുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ സംഭവങ്ങൾ, കണക്കുകൾ അല്ലെങ്കിൽ കെട്ടുകഥകളിലേക്ക് കഥ കടന്നു പോകാം. ബറോസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനും സ്റ്റിൽസുമെല്ലാം നമ്മൾ കണ്ടതാണ്. അമാനുഷിക കഴിവുള്ള ബറോസ് അല്ലെങ്കിൽ നിഗൂഢമായ പ്രഭാവലയം പുറപ്പെടുവിക്കുന്ന നിധി പോലെയുള്ള മാന്ത്രിക ഘടകങ്ങളുമായി സിനിമ റിയലിസ്റ്റിക് ക്രമീകരണങ്ങൾ സംയോജിപ്പിച്ചേക്കാം. സിനിമയിൽ ഡ്രാക്കുളകൾ, ഫിനിക്സുകൾ അല്ലെങ്കിൽ മത്സ്യകന്യകൾ പോലെയുള്ള പുരാണ ജീവികളുണ്ടാകും. ഒരുപക്ഷെ നിധി സംരക്ഷിക്കുകയോ ബറോസിനെ സഹായിക്കുകയോ ചെയ്യാം. കാലത്തിലൂടെ സഞ്ചരിച്ചേക്കാം. ചരിത്ര പുരുഷന്മാരെ കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ നിധിയുടെ ചരിത്രത്തെ രൂപപ്പെടുത്തിയ പ്രധാന സംഭവങ്ങൾ അനുഭവിക്കുകയോ ചെയ്യാം. ബറോസിൻ്റെ ഉപബോധ ചിന്തകൾ, ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിധിയുമായുള്ള ബന്ധങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്ന അതിയഥാർത്ഥ സ്വപ്ന സീക്വൻസുകൾ സിനിമയിൽ ഉൾപ്പെടാം. നിധിക്കൊപ്പം നിഗൂഢ ശക്തികൾ കൈവശമുള്ള പുരാതന പുരാവസ്തുക്കൾ ഉണ്ടായിരിക്കാം. ബറോസ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചപ്പോൾ മുതൽ വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതിലെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്തെന്ന് വെച്ചാൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്നതാണ്. ചിത്രത്തിൻ്റെ ട്രെയിലർ എത്രയും പെട്ടെന്ന് പുറത്തു വരും എന്നാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റിൽസ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിത്രത്തെക്കുറിച്ചുള്ള അടുത്ത അപ്ഡേറ്റിനായി കാത്തിരിക്കാം.